ഇത് ബോയിങ് 787 കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ്. ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം 2 മിനിറ്റിനുള്ളിൽ തന്നെ എയർക്രാഫ്റ്റിന്റെ ആൾട്ടിറ്റ്യൂഡ് ലൂസ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇത് സാധാരണ ടേക്ക് ഓഫ് ചെയ്ത ഇമ്മീഡിയറ്റ് ആയിട്ട് എയർ ട്രാഫിക് കൺട്രോൾ ടവർ റഡാറിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അഹമ്മദാബാദ് നിലവിലുള്ളത്. ഇത് ഇമ്മീഡിയറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അപ്പം തന്നെ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ്, ഈ ഹാൻഡ് ഓവർ പ്രക്രിയ ഏകദേശം ഒരു 3 മിനിറ്റിനുള്ളിൽ നടക്കേണ്ടതാണ്. അതിന് മുമ്പ് തന്നെ എയർക്രാഫ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ലൂസ് ചെയ്യാൻ തുടങ്ങിയതായിട്ടും ആ പൈലറ്റ് അപായ സന്ദേശം, അതായത് മേഡേ 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 എന്ന സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് കൊടുക്കുകയും, പക്ഷേ ആ സന്ദേശത്തിൽ എയർക്രാഫ്റ്റിന്റെ കറക്റ്റായ കോൾ സൈൻ ഇല്ലാത്തതുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോളർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഒന്നിലധികം എയർക്രാഫ്റ്റുകൾ ആ സമയം അഹമ്മദാബാദ് കൺട്രോൾ ടവറിന്റെ പരിധിയിലുണ്ടായിരുന്നു, റേഡിയോ കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. അപ്പൊ ഏത് വിമാനമാണെന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ആ മേഡേ സന്ദേശം അവർ അക്നോളജ് ചെയ്യുകയും പിന്നീട് എയർക്രാഫ്റ്റിനോട് അതിന്റെ കോൾ സൈൻ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എയർക്രാഫ്റ്റുമായിട്ടുള്ള യാതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നതാണ് എനിക്ക് ലഭിച്ച വിവരം. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് 2 മിനിറ്റിനുള്ളിൽ, സാധാരണ എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ നോർമൽ ആണെങ്കിൽ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള 2 എഞ്ചിൻ ഉള്ള വിമാനമാണ് ബോയിങ് 787 കാറ്റഗറി. പക്ഷെ ഇത് അങ്ങനെ ആണെങ്കിൽ 1 മിനിറ്റിൽ ഇതിന് ആവറേജ് ക്ലൈംബ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2000 അടിയെങ്കിലും ക്ലൈംബ് ചെയ്യേണ്ടതാണ്. അപ്പൊ 2 മിനിറ്റ് കൊണ്ട് 4000 അടിയെങ്കിലും ക്ലൈംബ് ചെയ്യേണ്ടതായിരുന്നു എഞ്ചിൻ നോർമൽ ആയിരുന്നെങ്കിൽ. ഇത് സംഭവിച്ചത് ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ എഞ്ചിൻ ഫെയിലിയർ സംഭവിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒരു കാരണം ഒരുപക്ഷെ ബേർഡ് ഹീറ്റ് അതുപോലെ ഏതെങ്കിലും ആനിമൽ ആയിട്ട് ഹിറ്റ് ചെയ്ത് എഞ്ചിന്റെ ഉള്ളിൽ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ 2 എഞ്ചിനും ഒരേ സമയത്ത് ഫെയിലിയർ ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ രണ്ടാമത് ടെക്നിക്കൽ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് കരുതാം ഈ വിമാനത്തിന്റെ കാര്യത്തിൽ ഒരു ബേർഡ് ഹീറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കൺട്രോൾ ടവറും മറ്റൊക്കെ ഇമ്മീഡിയറ്റ് അത് ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വേണം നമുക്ക് ആ നിഗമനത്തിൽ വേണം നമുക്ക് എത്തിച്ചേരാൻ. നേരെ മറിച്ച് ഈ ടെക്നിക്കൽ ഫെയിലിയർ അത് സംഭവിക്കുന്ന പല തകരാറ് കൊണ്ടും സംഭവിക്കാം. ഹൈഡ്രോളിക് ഫെയിലിയറോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഫെയിലിയറോ ഫ്യൂവൽ ലൈനിൽ വരുന്ന എന്തെങ്കിലും തകരാറോ അങ്ങനെയുള്ള പല റീസൺസ് കൊണ്ടും ഒരു വെറൈറ്റി ഓഫ് റീസൺസ് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാം. ഇത് അങ്ങനത്തെ എന്തെങ്കിലും സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം ഒരു ടേക്ക് ഓഫ് ചെയ്യുന്നതിന് സാധാരണ ഒരു ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്ന ഒരു സ്പീഡ് ഉണ്ട്. അതായത് ഈ വിമാനം ആ ക്രിട്ടിക്കൽ സ്പീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് റൺവേ ലെങ്ത്തിൽ എന്തെങ്കിലും എഞ്ചിൻ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലെങ്ത്തിൽ വിമാനത്തിന് നിൽക്കാൻ പറ്റില്ല. വിമാനം റൺവേ വിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ ക്രിട്ടിക്കൽ സ്പീഡ് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പാണ് എന്തെങ്കിലും എഞ്ചിൻ തകരാറ് സംഭവിച്ചിരുന്നെങ്കിൽ പൈലറ്റ് ഉടനെ തന്നെ എമർജൻസി ബ്രേക്കും റിവേഴ്സ് റെസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്തു ആ വിമാനം നിർത്തിയാൽ, റൺവേക്കുള്ളിൽ തന്നെ നിർത്തിയാൽ. ഒരുപക്ഷെ കുറച്ച് റൺവേ വിട്ട് ഓടാനുള്ള ചാൻസ് ഉണ്ടോ, ഒരു കുറഞ്ഞ ഡിസ്റ്റൻസ് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. റൺവേന്റെ സേഫ്റ്റി ഏരിയയിൽ അത് സേഫ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ക്രിട്ടിക്കൽ സ്പീഡ് അച്ചീവ് ചെയ്തതിന് ശേഷം എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ഇനീഷ്യേറ്റ് ചെയ്തതിനു ശേഷം ഏതാനും സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ ഫെയിലിയർ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. കാരണം ആ വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എയർക്രാഫ്റ്റ് ഒരു 600 അടി ക്ലൈംബ് ചെയ്യാം. 600 അടി ക്ലൈംബ് ചെയ്യാൻ ഒരു 1/2 മിനിറ്റിൽ താഴെ സമയം മതി നോർമൽ പവറിലാണെങ്കിൽ. അത് എത്തുന്നതിന് മുമ്പ് തന്നെ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായിട്ട് എയർക്രാഫ്റ്റ് പിന്നെ ബാക്കിയുള്ള സമയം പൈലറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം പോലും ഉണ്ടായില്ല എന്നതാണ് വസ്തുത. എയർക്രാഫ്റ്റ് ആ വീഡിയോയിൽ കാണാം ഡ്രാസ്റ്റിക് ആയിട്ട് ആൾട്ടിറ്റ്യൂഡ് ലൂസ് ചെയ്യുകയാണ്. ആ ലാസ്റ്റ് ലൂസ് ചെയ്യുന്ന ആ മൊമെന്റിലും പൈലറ്റ് അതിന്റെ ഹൈറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് എയർക്രാഫ്റ്റിനെ ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിലാണ്, ഒരു ക്ലൈംബിംഗ് ആ പൊസിഷനിലെ ആ ആറ്റിറ്റ്യൂഡ് എയർക്രാഫ്റ്റിനെ മാറ്റിയിട്ടില്ല. കാരണം മുന്നോട്ടുള്ള സ്പീഡ് കൊണ്ട് കുറച്ച് സമയം കൂടി ഹൈറ്റ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരുപക്ഷെ ഇത് ഒരു 3000 അടിയിലോ അല്ലെങ്കിൽ കുറച്ച് ഉയർന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ എഞ്ചിൻ ഫെയിലിയർ സംഭവിച്ചിരുന്നെങ്കിൽ പൈലറ്റിനെ തിരിച്ച് ഫ്ലോട്ട് ചെയ്തിട്ട് ഈ വിമാനം ഓപ്പോസിറ്റുള്ള റൺവേയിൽ ഒരുപക്ഷെ ഇറക്കാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള അവസരം പോലും പൈലറ്റിന് കിട്ടിയിട്ടില്ല. ഈ അവസരത്തിൽ പൈലറ്റിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായില്ല. ശരിക്കും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോലുള്ള അവകാശം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.